വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വിമാനത്തിന്റെ വിൻഡോ എന്താണ് റൗണ്ട് ഷേപ്പിലെന്ന്? യാത്ര ചെയ്യുമ്പോഴും അല്ലാതെയുമൊക്കെ വിമാനത്തെ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. എന്തുകൊണ്ട് അതിന്റെ വിൻഡോ റൗണ്ട് ഷേപ്പിൽ നൽകിയിരിക്കുന്നു എന്നത് ഒരു ചോദ്യമാണ്. വിമാനത്തിന്റെ പറക്കൽ സുരക്ഷിതമാക്കുന്നതിനുള്ള പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് റൗണ്ട് ഷേപ്പിലെ വിൻഡോസ്. ഭൂനിരപ്പിൽ നിന്നും പറന്നുയരുന്ന ഓരോ വിമാനവും പതിയെ പതിയെ ഹൈ വോൾട്ടിറ്റ്യൂഡിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ എയർ ഡെൻസിറ്റി കുറഞ്ഞു വരും. ഈ അവസ്ഥയിൽ എയർ റെസിസ്റ്റൻസും ഡ്രാഗും കുറവായിരിക്കും. ഈ സാഹചര്യങ്ങൾ വിമാനങ്ങളെ വളരെ കാര്യക്ഷമമായി പറക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഹൈ വോൾട്ടിറ്റ്യൂഡിൽ മനുഷ്യർക്ക് ശ്വസിക്കാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെയാണ് വിമാനത്തിനുള്ളിൽ ശ്വസനം സാധ്യമാകുന്നത് എന്നറിയാമോ? ഇതിനായി വിമാനത്തിന്റെ ക്യാബിൻ പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രഷറൈസ് ചെയ്യുന്നു. ഇതിലൂടെ ഭൂമിയിലേതിന് സമാനമായ എയർ ഡെൻസിറ്റി കൃത്യമായി സൃഷ്ടിച്ചെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ അകത്തെ പ്രഷറും ഡെൻസിറ്റിയും വിമാനത്തിന് പുറത്തുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ക്യാബിന്റെ അകത്തെ ഹൈ പ്രഷർ ക്യാബിന്റെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. ഇവിടെ ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടാകുന്നു. ഈ ഫോഴ്സ് കാരണം വിമാനത്തിന്റെ ക്യാബിൻ ചെറിയ തോതിൽ വികസിക്കുന്നു. ഇതുമൂലമുണ്ടാകുന്ന സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിമാനത്തിൽ വിൻഡോസിന് റൗണ്ട് ഷേപ്പ് നൽകിയിരിക്കുന്നത്. ഇത് സ്ക്വയർ ഷേപ്പിലാണെന്ന് കരുതുക. എങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ വിൻഡോയ്ക്കും 4 കോർണറുകൾ ഉണ്ടാകും. ഈ കോർണറുകളിൽ അധിക സ്ട്രെസ് വന്ന് ക്രാക്ക് വീണ് പൊട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. മറിച്ച് റൗണ്ട് ഷേപ്പിൽ വിൻഡോസിൽ സ്ട്രെസ് മാനേജ്മെന്റ് വളരെ എളുപ്പത്തിൽ നടക്കുന്നു. ഈ ഇന്റേണൽ പ്രഷറും സ്ട്രെസ്സും മാനേജ് ചെയ്യുന്നതിനാണ് വിമാനങ്ങൾ തന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ നിർമ്മിക്കുന്നത്.